എൻ്റെ മകൾക്ക് ഒരു രണ്ടാമത്തെ കുഞ്ഞുണ്ടായി. 10 ദിവസം കഴിഞ്ഞപ്പോൾ അവളുടെ നെക്കിലൊരു സിസ്റ്റ് കണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട വന്നു. ആ സിസ്റ്റ് ആണെങ്കിൽ കഴുത്തിൽ, തൊണ്ടയിലും പുറകിലും ഹാർട്ടിലോട്ടും അതിന് കണക്ഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് സർജറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിന് സൊല്യൂഷൻ. പക്ഷേ സർജറി ചെയ്താൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് ഡോക്ടേഴ്സിനും ധൈര്യം ഉണ്ടായിരുന്നില്ല സർജറി ചെയ്യാനായിട്ട്. അവർ വേറെ എന്തെങ്കിലും മാർഗം കാണാമെന്ന് വിചാരിച്ച് സ്ക്ലീറോതെറാപ്പി എന്ന് പറയും, മരുന്ന് അതിനകത്തോട്ട് കുത്തിവെച്ച് ഉണക്കിയെടുക്കുന്ന അത് ചെയ്യാൻ വേണ്ടി ആരംഭിച്ചു. മിക്കവാറും 3 മാസത്തോളം അവനെ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. 8 പ്രാവശ്യത്തോളം മരുന്ന് കുത്തിയെടുക്കുകയും ഓർമ്മ കിടത്തിയിട്ടാണ് OT പോയിട്ടാണ് അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. 3 പ്രാവശ്യം സർജറിക്ക് തീരുമാനിച്ച് പിന്നെയും മാറ്റിവെക്കും. 4ാമത്തെ പ്രാവശ്യം സർജറിക്ക് പകരം ഒരു ട്യൂബ് ഇട്ട് തന്ന്, ബാഗ് ഇട്ട് തന്ന്. അത് കണ്ടപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് എൻ്റെ പോയി തൈലമൊക്കെ ഇട്ട് പുരട്ടി ചെയ്യുമ്പോൾ 10 ദിവസം കഴിഞ്ഞ് ഞാൻ അച്ഛനെ കാണാൻ വന്നു. അച്ഛനെ കണ്ട് അച്ഛൻ പ്രാർത്ഥിച്ച അന്ന് തന്നെ എൻ്റെ മോൾക്കൊരു അനുഭവം ഉണ്ടായി. അതെൻ്റെ മോള് തന്നെ പറയും. എൻ്റെ പേര് സിമിത. ഞാൻ വയനാട്ടിലൊരു വെറ്ററിനറി ഡോക്ടറാണ്. സെൻറ്റ് ജൂഡ് മൂലങ്കാവിലാണ് എൻ്റെ ഇടവക. എൻ്റെ 2ാമത്തെ മകനാണ്. ഒക്ടോബർ 2019 15-ാം തീയതിയാണ് എനിക്ക് മകനുണ്ടായത്. ഒരു കുഴപ്പമില്ലാതെ, സ്കാനിങ്ങിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സുഖപ്രസവത്തോടെ വന്നത്. കുട്ടിയെ ഡിസ്ചാർജ് ചെയ്തു. 10ാം ദിവസമാണ് കുട്ടിയുടെ ഇടത് കഴുത്തിൽ ഒരു സിസ്റ്റ് കാണുന്നത്. ആ സിസ്റ്റ് MRI സ്കാൻ ചെയ്തപ്പോൾ കാണുന്നത് 4.8 സെൻറ്റിമീറ്ററോളം വലിപ്പമുള്ള വ്യാപ്തിയുണ്ട്. അതിന് എക്സ്റ്റൻഷൻസ് ഭയങ്കര കൂടുതലായിരുന്നു. അമ്മ പറഞ്ഞ പോലെ ട്രക്കിയേൻ്റെ അടുത്തോട്ടും ശ്വാസകോശത്തിനടുത്തോട്ടും ഹൃദയത്തിൻ്റെ അടുത്തോട്ടും പിന്നെ നട്ടലിനടുത്തോട്ടുള്ള വ്യാപ്തി കാരണം ഡോക്ടർമാർ പറഞ്ഞു സർജറി റിസ്ക്കാണ്. കുഞ്ഞിനത് സർജറി ചെയ്യാം, പക്ഷെ സർജറി ചെയ്താൽ എന്ത് സംഭവിക്കും എന്ന് അറിയില്ല. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ 2 ഓപ്ഷനാണുള്ളത്. ഒന്ന് സർജറി, പിന്നെ ഉള്ളത് സ്ക്ലീറോതെറാപ്പിയാണ്. സ്ക്ലീറോതെറാപ്പി എന്ന് പറയുന്നത് ഈ സിസ്റ്റിനെ കരിയിച്ച് കളയുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. ആ ട്രീറ്റ്മെൻറ്റ് വർക്കാവുമോ എന്ന് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു വലിയ ആശ്വാസമായിരുന്നു. സർജറി ചെയ്യേണ്ടല്ലോ, കുട്ടിയെ, ഒരു 10 ദിവസമുള്ള കുട്ടിയെ സർജറി ചെയ്യാതെ നമുക്ക് ഇങ്ങനൊരു തെറാപ്പി ഉണ്ടല്ലോ എന്ന് വെച്ചാൽ ആശ്വസിച്ചു. എന്നാൽ ഞങ്ങൾ ഈ സിസ്റ്റിൻ്റെ കുത്തിയെടുത്തിട്ട് സ്ക്ലീറോതെറാപ്പി ചെയ്യാൻ തുടങ്ങി. 3 പ്രാവശ്യം, ഒക്ടോബർ മുതൽ ജനുവരി വരെ 3 പ്രാവശ്യം സ്ക്ലീറോ ചെയ്തു. എന്നാൽ യാതൊരു കുറവും ഈ സിസ്റ്റിനുണ്ടായിരുന്നില്ല. ഓരോ പ്രാവശ്യം 8 തവണ കുത്തിയെടുത്തു കുട്ടീനെ കഴുത്തിൽ നിന്ന് ഇങ്ങനെ. അപ്പോൾ ഫ്ലൂയിഡ് അക്യുമുലേഷൻ എന്ന് പറയുന്നത് പസ് നിറഞ്ഞൊരു ഫ്ലൂയിഡാണ് വരുന്നത്. അതിൽ നിന്ന് ഒരു 60 തൊട്ട് 80 മില്ലിയോളം വെള്ളം വരുന്ന ഓരോ പ്രാവശ്യം കുത്തിയെടുക്കുമ്പോഴും 80 മില്ലിയോളം ആ കുഞ്ഞ് കഴുത്തിൽ നിന്ന്, ആ സിസ്റ്റിൽ നിന്ന് വരും. കുട്ടിക്ക് കഴുത്ത് തിരിക്കാനോ പാല് കുടിക്കാനോ സാധിക്കില്ല. ശ്വാസം വലിക്കാനും പ്രയാസമാവും ഇതിങ്ങനെ വലുതായി വരുമ്പോൾ. അതിനിടയിലാണ് ഒരു മൂക്കൊലിപ്പും പനിയും വന്നത്. മൂക്കൊലിപ്പും പനിയും വരുമ്പോൾ സിസ്റ്റ് പെട്ടെന്ന് വലുതാകും. അങ്ങനെ വലുതായി 3ാമത്തെ സ്ക്ലീറോ ചെയ്ത പിറ്റേ ദിവസം തന്നെ വീണ്ടും ഇൻഫെക്ഷൻ വന്നു. അപ്പോൾ തന്നെ ഒരു 80 മില്ലിയോളം വീണ്ടും വലിച്ചെടുത്തു. അപ്പോൾ ഡോക്ടർമാർക്ക് സംശയം തുടങ്ങി, ഇത് നടക്കുന്നില്ല, വർക്കാവുന്നില്ല, ഇത് സർജറി തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു. സർജറി ചെയ്യാൻ വേണ്ടി ഇത് ചെയ്യുമ്പോഴും MRI സ്കാൻ നോക്കുമ്പോൾ അവർക്ക് ചെയ്യാൻ താല്പര്യമില്ല. വളരെ എക്സ്റ്റൻഷൻസ് കൂടുതലാണ്, വ്യാപ്തി കൂടുതലാണ്. എന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്ന എനിക്കും എൻ്റെ ഹസ്ബൻഡിനും അത് ചെയ്യണമെന്ന് തീരെ താല്പര്യമില്ല. സർജറി ചെയ്യണ്ട, ഇതെങ്ങനെയെങ്കിലും നമുക്കിങ്ങനെ ഉന്തി നടക്കാം. കാരണം അതിൻ്റെ സീരിയസ്നെസ് എനിക്ക് നല്ല മനസ്സിലാവുന്നതുകൊണ്ട് ഞാനെങ്ങനെ അവരോട് വേറെ എന്തെങ്കിലും സാധ്യതയുണ്ടോ, വിദേശത്തോ എവിടെയെങ്കിലും കൊണ്ടുപോയാൽ സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുന്നു. എല്ലാവരും ഒരേ മറുപടിയാണ് പറയുന്നത്, ഇല്ല, ഒരു സാധ്യതയില്ല, നിങ്ങൾക്ക് സർജറി തന്നെ ചെയ്യേണ്ടി വരും. കാരണം സ്ക്ലീറോതെറാപ്പി വർക്ക് ചെയ്യുന്നില്ല, റെസ്പോണ്ട് ചെയ്യുന്നില്ല ഈ സിസ്റ്റിൽ നിന്ന്. അങ്ങനെ സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർമാർക്കും പേടിയാണ്, ഞങ്ങൾക്കും താല്പര്യമില്ല. അപ്പോൾ അവരാണ് പറഞ്ഞത് 3 മാസമേ ആയിട്ടുള്ളൂ കുട്ടിയെ, നമുക്ക് കുട്ടിയുടെ കഴുത്തൊന്ന് ഉറച്ചതിന് ശേഷം നമുക്ക് ചെയ്യാം. അതിനു വേണ്ടി ഒരു താൽക്കാലിക മാർഗം എന്ന നിലയിൽ നമുക്കൊക്കെ യൂറിൻ ബാഗൊക്കെ ഇടുന്ന പോലെ കുട്ടിയുടെ കഴുത്തിലൊരു ട്യൂബിൽ ഒരു ഡ്രെയിൻ ബാഗ് അറ്റാച്ച് ചെയ്ത് തന്നു. ഡ്രെയിൻ ബാഗിൽ കൂടെ ദിവസവും ഈ ഫ്ലൂയിഡ് ഇതിൽ കൂടെ വന്ന് വീഴും. അങ്ങനെ കഴുത്ത് വീർക്കാതിരിക്കും. കുട്ടിക്ക് ശ്വാസതടസ്സമോ പാല് കുടിക്കാനോ ബുദ്ധിമുട്ടുണ്ടാവില്ല. ആ ട്യൂബ് ഇട്ട് തന്നിട്ട് എന്നോട് പറഞ്ഞു, ജനുവരി 20 ട്യൂബ് ഇട്ട് തന്നു, ഫെബ്രുവരി 26 സർജറി ചെയ്യാം, അപ്പോഴേക്കും 3 മാസമാകും.
ഫെബ്രുവരി 26 ഡേറ്റ് തന്നിട്ട് എന്നെ മെഡിക്കൽ കോളേജിൽ നിന്ന് പറഞ്ഞു വിടുകയാണ്. അന്ന് ആ ട്യൂബ് ഇട്ട ഒരു കുട്ടീനെ ഞാൻ മെഡിക്കൽ കോളേജിൽ നിന്ന് പോരുമ്പോൾ ഞാൻ അന്ന് വായിച്ച കാര്യങ്ങളും ഞാൻ പഠിച്ച ശാസ്ത്രവും എല്ലാം ഞാൻ അവിടെ നിർത്തിവെച്ചാണ്. ഞാൻ വായിക്കും തോറും ടെൻഷൻ കൂടുകയല്ലാതെ എനിക്കൊന്നുമില്ല. എനിക്കത്ര ദൈവവിശ്വാസമോ അങ്ങനെയൊന്നുമില്ല. അമ്മ കൃപാസനത്തിനും വല്യമ്മയും കൃപാസനത്തിനെ പറ്റി പറയുന്നെങ്കിലും ഞാൻ പഠിച്ച കാര്യങ്ങളെയാണ് ഞാൻ അതിൽ ആ ദിവസം വരെ വിശ്വസിച്ചിരുന്നത്. അന്ന് ട്യൂബ് ഇട്ട് കൊണ്ടുവന്ന കുട്ടീനെ കണ്ടിട്ട് അമ്മയ്ക്ക് ഭയങ്കര പ്രയാസം. കാരണം അമ്മ വയനാട്ടിലാണ്. അമ്മയ്ക്ക് എങ്ങനെയെങ്കിലും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം എന്നുള്ളതായിരുന്നു. അപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല. ശരി, അമ്മ പോയി ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞു. അമ്മേനെ ഉടമ്പടി എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു. ആ സമയത്താണ് എന്നെ വല്യമ്മ പറഞ്ഞത്, നീയും ഓൺലൈനിൽ ഇങ്ങനെ കൃപാസനത്തിലുണ്ട്, അതൊന്ന് കേൾക്കുമെന്ന് പറഞ്ഞു. ഞാനത് ഒരു ലാഘവത്തോടെ കേൾക്കാൻ തുടങ്ങി. ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ ഇതൊന്നും കേൾക്കാനുള്ളൊരു മനസ്സ് എനിക്കില്ല. അപ്പോൾ അന്നൊക്കെ ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ആൾക്കാർ ഭയങ്കര അന്ധമായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. എന്താ പറയുക, ഒരു പിടിവള്ളി ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൽ പ്രാർത്ഥിച്ചില്ല, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പോലും എനിക്ക് കുറേ സാക്ഷ്യങ്ങൾ കാരണം എനിക്ക് കുറേ പ്രചോദനമായി. പിന്നെ ഞാൻ എല്ലാം വായിക്കുന്നതും സെർച്ച് ചെയ്യുന്നതും ആൾക്കാരോട് ചോദിക്കുന്നതെല്ലാം നിർത്തി. ജനുവരി 28 അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നോട് അമ്മ പറഞ്ഞു, നീ സർജറിക്കായിട്ട് പോകില്ല എന്നുള്ളത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഫെബ്രുവരി 25 സ്കാൻ ചെയ്തതിന് ശേഷമാണ് അവർ നമുക്ക് സർജറി ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ 25 ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, 25 ഞാൻ സ്കാൻ ചെയ്യുമ്പോൾ ഈ സിസ്റ്റ് ഇവിടെ കാണില്ല. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ സിസ്റ്റ് ഇവിടെ കാണില്ല. ഞാൻ അന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നേരെ ഞാൻ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയും. അങ്ങനെ വേറൊന്നും ഞാൻ ചിന്തിക്കാതെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഫെബ്രുവരി 8 ജനുവരി 28 അമ്മയ്ക്ക് ജോസഫ് അച്ഛനെ കാണാൻ പറ്റിയില്ല. ഉടമ്പടി മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ അമ്മയ്ക്ക് വീണ്ടും അച്ഛനെ കാണിച്ചിട്ട് കുഞ്ഞിനെ അവിടെ കൊണ്ടുവരാൻ പറ്റില്ല, ട്യൂബിട്ട കുട്ടിയാണ്, അച്ഛനെ ഫോട്ടോയെങ്കിലും കാണിച്ചിട്ട് പ്രാർത്ഥിക്കണം എന്നുള്ള ആഗ്രഹത്തിന് നിന്ന് ഫെബ്രുവരി 8 അമ്മ ജോസഫ് അച്ഛനെ നേരിട്ട് കണ്ടു. ഫെബ്രുവരി 8 ഒരു ശനിയാഴ്ചയാണ്. അന്ന് ഞാനും ഭയങ്കര അവിടെ വയനാട്ടിൽ പ്രാർത്ഥിക്കുകയാണ്. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ എന്തെങ്കിലും സംഭവിക്കും എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അന്ന് ജോസഫ് അച്ഛനെ കണ്ട അന്ന് രാത്രി ഞാൻ ഉറങ്ങിക്കിടക്കുന്ന എൻ്റെ അടുത്തേക്ക് ഒരു വലിയ തിരമാല, ഈ ആൾക്കാരെ കാണുന്ന പോലെ ഒരു വലിയ പൊക്കത്തിലുള്ള തിരമാലയാണ് അത്. ഈ തിരമാല ഇതിപ്പോൾ ഈ ആൾക്കാർ വന്നത് ലോക്ക്ഡൗണിന് ശേഷമാണ്. അതിന് മുന്നുള്ള ആൾക്കാരിൽ ഈ തിരമാല ഇല്ല. ഇന്ന് ആദ്യമായിട്ടാണ് ഞാനിവിടെ വരുന്നത്. എനിക്ക് ഈ തിരമാലയോ ഞാൻ ഇതുവരെയോ അങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ടേ ഇല്ല. ഒരു വലിയൊരു പൊക്കത്തിലുള്ള നീല തിരമാല എൻ്റെ മേത്ത് വന്ന് വീണു. അപ്പോൾ ഞാൻ ഞെട്ടി എഴുന്നേറ്റിട്ട് ആരും പറയണ പോലെ തോന്നി, മാതാവ് വന്നൂട്ടാന്ന് പറഞ്ഞു. മാതാവ് വന്നൂട്ടാന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്കങ്ങനെ പ്രതീക്ഷയൊന്നുമില്ല. ഞെട്ടി എഴുന്നേറ്റ് കുട്ടീനെ നോക്കി. കുട്ടി അതേപോലെ തന്നെ ട്യൂബ് ഇട്ടിട്ട് ശാന്തമായി കിടക്കുന്നു. ഞാൻ പ്രാർത്ഥിച്ചിട്ട് വീണ്ടും കിടന്നു. പിറ്റേ ദിവസം കുട്ടിയുടെ ട്യൂബിൻ്റെ പുറത്ത് കുറേ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കുറേ ദിവസമായി കുളിപ്പിക്കാനൊന്നും പറ്റില്ല. ഡോക്ടർമാർ പറഞ്ഞേക്കണത് ട്യൂബ് വലിച്ച് കളയാതെയോ കുട്ടിക്ക് ഇൻഫെക്ഷനൊന്നും ഉണ്ടാക്കാതെ സുരക്ഷിതമായിട്ട് ഇതേ രൂപത്തിൽ തന്നെ കൊണ്ടുവന്ന് ഫെബ്രുവരി 25 കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്യണം, എന്നാലേ അവർക്ക് സർജറി ചെയ്യാൻ പറ്റുള്ളൂ. ഞാനങ്ങനെ വളരെ സൂക്ഷിച്ചത് കുട്ടി ഇത് വലിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ കെട്ടി വെച്ചേക്കാണ്. 9 മുതൽ ട്യൂബിൻ്റെ പുറത്തു കൂടെ പഴുപ്പ് വരാൻ തുടങ്ങി. സാധാരണ ട്യൂബിൻ്റെ ഉള്ളിൽ കൂടെ പഴുപ്പ് വന്ന് ഡ്രെയിൻ ബാഗിൽ വന്ന് വീഴുകയാണ് ചെയ്യാറുള്ളത്. ഇത് പഴുപ്പ് പുറത്ത് കാണാൻ തുടങ്ങിയപ്പോഴേക്കും ടെൻഷനായി. വീണ്ടും ഡോക്ടറെ വിളിച്ചു. സാരമില്ല, നോക്കുമെന്ന് പറഞ്ഞു. കുട്ടി ഭയങ്കര അസ്വസ്ഥവും കരച്ചിലും പ്രയാസവും കാണിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ മാതാവിനെ സ്വപ്നം കണ്ടിട്ട്, മാതാവ് ഇനിയും എനിക്ക് ബുദ്ധിമുട്ടാണ് തരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. 3 മാസമായിട്ട് ഇങ്ങനെ മെഡിക്കൽ കോളേജിലോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ 1.5 ആഴ്ച വെച്ച് കുട്ടിയുടെ കഴുത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെയുള്ള 2-3 ദിവസവും കുട്ടി ഭയങ്കര അസ്വസ്ഥമാണ്, ബുദ്ധിമുട്ടാണ് കാണിക്കുന്നത്. ഡോക്ടർമാർ വേറെ കുഴപ്പമില്ല, അവിടെ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഫെബ്രുവരി 13 രാവിലെ വെളുപ്പിന് കുട്ടി ഉണർന്നിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി പെട്ടെന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കുട്ടി കഴുത്തിൽ നിന്ന് ആ ട്യൂബ് പിടിച്ച് വലിച്ചൂരി. ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ ഒന്നും ഇല്ലാണ്ട് ട്യൂബ് കയ്യിൽ വെച്ച് നിന്ന് കിടന്ന് കളിക്കുകയാണ്. ട്യൂബ് കയ്യിൽ പിടിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ കരയുന്നോ അങ്ങനെയൊന്നുമില്ല, കുട്ടിക്ക് ട്യൂബ് കളിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഞങ്ങൾക്ക് പേടിയായി തുടങ്ങി. കാരണം 1.5 ആഴ്ചയാണ് സാധാരണ ഈ കഴുത്ത് വീർക്കുന്നതിൽ ഞങ്ങൾക്ക് കിട്ടാറുള്ളൂ. 2 ആഴ്ചയും കൂടി ഉണ്ട് എനിക്ക് സർജറിക്ക്. ഇനി 2 ആഴ്ച ഞാൻ എങ്ങനെ തള്ളിക്കുമെന്ന് എനിക്കറിയില്ല.
ഡോക്ടറെ വിളിച്ച് ഡോക്ടർ പറഞ്ഞു അങ്ങനെ തന്നെ നിൽക്ക്, നമുക്ക് നോക്കാം എന്താവുമെന്ന്. എനിക്കൊരു പ്രതീക്ഷയില്ല. ഒരാഴ്ച കൊണ്ട് ഞാൻ തിരിച്ച് വീണ്ടും ഓടി ചെല്ലേണ്ടി വരും ഈ സിസ്റ്റുമായിട്ടെന്ന് എനിക്കറിയായിരുന്നു. തുറന്നു നോക്കുമ്പോൾ അവിടെ നിന്ന് ഇച്ചിരി ഇങ്ങനെ പഴുപ്പ് പോലെ ആ മുറിവിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഡ്രസ്സ് ചെയ്തുകൊണ്ടേ ഇരുന്നേച്ചു. 17-ാം തീയതി, ഫെബ്രുവരി 17-ാം തീയതി കുട്ടിക്ക് കടുത്ത പനിയും ജലദോഷവുമായി. അപ്പോഴും ഞങ്ങൾ പ്രയാസപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ കടുത്ത പനിയും ഇതാണെങ്കിൽ ഇപ്പം തന്നെ അത് വീർക്കാൻ തുടങ്ങും. 60-80 മില്ലിയിലോട്ട് അത് വീർക്കാൻ തുടങ്ങും എന്നറിയാം ഞങ്ങൾക്ക്. അങ്ങനെയാണ് ഞങ്ങളുടെ അനുഭവം. 3 മാസമായിട്ടും അങ്ങനെയായിരുന്നു. ഞങ്ങൾ പനിക്ക് ഇതിന് വേണ്ടിയിട്ട് അഡ്മിറ്റായി. ഡോക്ടർമാർ പറഞ്ഞു അവിടെ നിന്ന് നോക്കൂ. പക്ഷേ എന്താണെന്നറിയില്ല, ഫെബ്രുവരി 17-ാം തീയതി പിന്നെ ആ സിസ്റ്റ് പൊങ്ങുന്നില്ല. ആ സിസ്റ്റ് ഒന്നും വീർക്കുന്നില്ല. പനിയും ജലദോഷവും കുട്ടിക്കുണ്ട്, പക്ഷേ സിസ്റ്റിൻ്റെ കഴുത്തിൻ്റെ സൈഡിൽ ഒരു വശവും പൊങ്ങുകയില്ല. ഒരു പ്രയാസവും കുട്ടിക്ക് സിസ്റ്റ് കൊണ്ടില്ല. പാല് കുടിക്കാനും പറ്റും, ശ്വാസം വലിക്കാനും പറ്റും, ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ ഞങ്ങൾ പനിയെല്ലാം കുറഞ്ഞു. ഫെബ്രുവരി 22-ാം തീയതി ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പോയി ഈ സ്കാൻ ചെയ്ത് നോക്ക്, എന്താണ് ഇപ്പോൾ പൊങ്ങുന്നില്ലല്ലോ, എന്തായിരിക്കും നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒക്ടോബർ 24-ാം തീയതി ഉണ്ടായ 4.8 സെൻറ്റിമീറ്ററാണ് സിസ്റ്റർ ഉണ്ടായിരുന്നത് ട്രീറ്റ്മെൻറ്റിന് മുന്നേ. 3 ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടും അത് 5 സെൻറ്റിമീറ്റർ ആകുകയാണ് ചെയ്തത്. അത് ആ ട്രീറ്റ്മെൻറ്റ് റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ട് കൂടെ അല്ലാതെ കുറയേ ചെയ്തില്ല. ഫെബ്രുവരി 22-ാം തീയതി ഞാൻ സ്കാൻ ചെയ്യുമ്പോൾ 5 സെൻറ്റിമീറ്റർ എന്നുള്ള സിസ്റ്റ് 1.9 സെൻറ്റിമീറ്ററായി കുറയുകയാണ് ചെയ്തത്. അതെനിക്ക് ഭയങ്കര വലിയ അത്ഭുതമായിരുന്നു. ഞാനന്ന് ഫെബ്രുവരി 8-ാം തീയതി എൻ്റെ അടുത്ത് മാതാവ് വന്നു എന്നുള്ളത് അപ്പോഴാണ് എനിക്ക് ഭയങ്കരമായി വിശ്വാസമായത്. അതുവരെ ഞാൻ അമ്മോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എൻ്റെ അടുത്ത് മാതാവ് വന്നത്. പിന്നെ ഞാൻ എല്ലാവരോടും പറയാൻ തുടങ്ങി എൻ്റെ അടുത്ത് മാതാവ് വന്നു, അങ്ങനെ ഈ സിസ്റ്റിൻ്റെ ഇത് കുറഞ്ഞു വന്നു. അങ്ങനെ ഡോക്ടറിൻ്റെ അടുത്ത് തന്നു. ഡോക്ടർമാർക്കും മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്കും ഇതായി, ഇത് നല്ല സമയമാണ്, ഇപ്പോൾ ആ വ്യാപ്തിയൊക്കെ കുറഞ്ഞു, ട്രക്കിയിൽ ശ്വാസദോഷത്തിൽ നിന്നും വെർട്ടിബ്രയിൽ നിന്നും ഹാർട്ടിൽ നിന്നൊക്കെ അത് ഇച്ചിരി കൂടെ കയറി നിൽക്കുന്നുണ്ട്. ഈ 1.9 സെൻറ്റിമീറ്ററിൽ സർജറി ചെയ്യണം എന്ന് തന്നെയാണ് അവർ പറയുന്നത്. കാരണം ഇത് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വീണ്ടും വരാം, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. അപ്പോൾ എനിക്കും അമ്മയ്ക്കും ഇവിടെ കൃപാസനം വന്ന് കുടുംബെടുത്ത് അറിയാം, ദൈവം ഞങ്ങളിൽ അത്ഭുതം പ്രവർത്തിച്ചു എന്നും ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ ഞങ്ങൾ ഡോക്ടർമാരോടൊന്നും പറഞ്ഞില്ല. ശരി, എന്നാൽ സർജറി തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു, അവർ പറയണ പോലെ ആവട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ 25-ാം തീയതി വന്ന് ഇവിടെ അഡ്മിറ്റായി, സർജറിക്ക് വേണ്ടി അഡ്മിറ്റായി. അതിനുവേണ്ടി അനസ്തേഷ്യക്കാരുടെ ഇന്ന് അനസ്തേഷ്യക്കാർ ഞങ്ങൾക്ക് ക്ലിയറൻസ് തരണം, സർജറി ചെയ്യാൻ കുഴപ്പമില്ല എന്ന്. പക്ഷേ അനസ്തേഷ്യക്കാർ ക്ലിയറൻസ് തന്നില്ല. കാരണം കഴിഞ്ഞ ആഴ്ചയാണ് ഈ കുട്ടിക്ക് അസുഖം വന്നത്, ജലദോഷവും പനിയും വന്നത്. അത് സർജറി ചെയ്യുന്ന റിസ്ക് ആണെന്ന് പറഞ്ഞു. അന്നാണ് എനിക്ക് അങ്ങനെ സർജറി ചെയ്യാൻ സാധിക്കില്ല, നിങ്ങൾ 26-ാം തീയതി സർജറി ചെയ്യേണ്ട, നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞു. അന്നാണ് എനിക്ക് മനസ്സിലായത് സർജറി ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു കാരണമായിരുന്നു കഴിഞ്ഞ ആഴ്ച, അതിന് മുന്നുള്ള തലയാഴ്ച ഈ കുട്ടിക്ക് പനിയും ശക്തമായി ഇത് വന്നത്. അല്ലെങ്കിൽ സർജന്മാർ ചെയ്തേനെ. അങ്ങനെ എന്നോട് 2 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും വരാൻ പറഞ്ഞു. വീണ്ടും നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം, അപ്പോൾ എത്രയാവും നോക്കാമെന്ന് പറഞ്ഞു. ആ സിസ്റ്റ് 2 ആഴ്ച മാർച്ച് 9-ാം തീയതി ഞാൻ വീണ്ടും സ്കാൻ ചെയ്തു. അത് 1.9 സെൻറ്റിമീറ്റർ എന്നുള്ള ആ സിസ്റ്റ് 1/2 സെൻറ്റിമീറ്ററായി, ഒരു ലിംഫ് നോഡിനേക്കാളും ചെറുതായി അത് മാറിയിരിക്കുകയാണ്. അങ്ങനെ ഒക്ടോബർ 24-ാം തീയതി ഞങ്ങൾ ഡയഗ്നോസ് ചെയ്ത 5 സെൻറ്റിമീറ്റർ എന്നുള്ള സിസ്റ്റ് വെറും 1/2 സെൻറ്റിമീറ്ററായിട്ട് കുറയുകയാണ്. വലിയൊരു അനുഭവമാണ് എനിക്കുണ്ടായത്. അങ്ങനെ ദൈവവിശ്വാസമോ എനിക്ക് ഒരു രോഗസൗഖ്യമോ ഒന്നും ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഞാനീ പറഞ്ഞ പോലെ എൻ്റെ ശാസ്ത്രത്തെയാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. ആ ശാസ്ത്രം മുട്ടുകുത്തിയ സമയത്ത് അവിടുന്ന് ആ ശാസ്ത്രത്തെ വിട്ടതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം നടന്നത്. ഞാനെപ്പോഴും ഒരു വചനത്തെ ചിരിക്കാറുള്ളത്, കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മല കടലിൽ ചെന്ന് വീഴട്ടെ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഞാൻ പരിഹസിക്കും, കടുകുമണിയോളം വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. എനിക്ക് കടുകുമണിയോളമുള്ള വിശ്വാസവും ഉണ്ടായിരുന്നില്ല. കടുകുമണിയോളം വിശ്വാസം ഉണ്ടായപ്പോഴാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ മലയെടുത്ത് കടലിൽ തള്ളാൻ സാധിച്ചത്. എനിക്ക് വലിയൊരു അനുഭവമാണ് ഉണ്ടായത്. ഇത് 1 വർഷമായി എനിക്കിവിടെ വന്ന് പറയണമെന്നുണ്ടായിരുന്നു. കൊറോണ കാരണം പിന്നെ എനിക്ക് കുഞ്ഞായിട്ട് വരാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉണ്ടായത്. നിങ്ങളെല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് ചെറുതും വലുതുമായി ഒരുപാട് അനുഗ്രഹങ്ങൾ അതിനുശേഷം ഉണ്ടായി. എൻ്റെ മക്കളെയും ദൈവവിശ്വാസത്തിനെ വളർത്തണം, ഈ ദൈവവിശ്വാസം തുടർന്ന് കൊണ്ടുപോകണം എന്നും വിചാരിച്ചുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഈ വലിയൊരു സാക്ഷി ഞാൻ പറയുന്നത്. ഞാനൊരു വലിയ സാക്ഷിയാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്
ഞാൻ ഇതുവരെ വെയിറ്റ് ചെയ്ത് ഇവിടെ ആൾക്കാരെ വന്ന് ഗൂഗിൾ മീറ്റിൽ പറയാതെ ഇവിടെ വന്ന് നിന്ന് പറയണമെന്ന് എനിക്ക് വളരെ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാനൊരു വലിയ ടെസ്റ്റിമണി ആവട്ടെ എന്ന് വിചാരിച്ചിട്ട്. മറ്റ് സാക്ഷ്യങ്ങളെല്ലാം എൻ്റെ അമ്മ പറയും. എനിക്ക് പിന്നെ എൻ്റെ മോനെ ഒരു എക്സാം മിസ്സായിപ്പോയി. അവന് ഒരു വർഷം കഴിഞ്ഞ് ട്രെയിനിങ് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ടായിരുന്നു ആ എക്സാം വന്നത്. ആ സമയത്ത് അവനത് എഴുതാനായിട്ട് എന്തോ എഴുതിക്കുന്നില്ല അവർ. ഇപ്പോൾ എഴുതാൻ പറ്റില്ല, ഇനി അടുത്ത വർഷം എഴുതാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാനത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഒരു വർഷം വെയിറ്റ് ചെയ്തൊരു സാധനം ഇനിയും ഒരു വർഷം കഴിയണമല്ലോ എന്ന് വിചാരിച്ച് അവൻ പറഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, മോൻ വിഷമിക്കേണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. ഞാൻ എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞാനിങ്ങനെ കണ്ടിന്യൂസ് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അപ്പം അവൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് 10 ദിവസം കൂടെ ഉണ്ട് എക്സാമിന് ഡേറ്റ്. ഞാൻ ആ 10 ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ അമ്മ ഒരു അവസരം അവന് കൊടുക്കണേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ അവൻ്റെ എക്സാമിൻ്റെ ഡേറ്റിലും അവന് അവസരം കിട്ടിയില്ല. പക്ഷേ ഒരു വർഷം കഴിഞ്ഞിട്ടേ ഇനി ഉള്ളൂ, ആ എക്സാം ഉള്ളൂ. പക്ഷെ എന്തോ അത്ഭുതമാണെന്ന് അറിയില്ല, പിറ്റത്തെ മാസം തന്നെ അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മേ അവരെൻ്റെ അടുത്ത് പറഞ്ഞു നാളെ എക്സാമാണ്, നിനക്ക് എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു പോയി തീർച്ചയായിട്ടും എനിക്ക് പറ്റും. ഞാൻ പറഞ്ഞു നീ ആ വിശ്വാസത്തിൽ പോയി എഴുതിക്കോ, അമ്മ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. അവൻ പിറ്റേ ദിവസം തന്നെ ആ എക്സാം എഴുതി ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സാകുകയും ചെയ്തു. അമ്മ എനിക്കത് ഇപ്പോൾ ഈ കൊറോണ കാലത്ത് ഇനി ആ എക്സാം ഈ ഒരു വർഷം കഴിഞ്ഞിട്ടും വന്നിട്ടില്ല, ഇനി അടുത്ത വർഷം വരുമെന്ന് അറിയില്ല. അവന് സെക്കൻഡ് ട്രെയിനിങ്ങിന് സെലക്ഷൻ ആവുകയും ചെയ്തു. പിന്നെ എൻ്റെ മരുമകന് UK അവർ അവർക്ക് മകളുടെ ഹോസ്പിറ്റലിന്, അവളൊരു ഡോക്ടർ തന്നെയാണ്, അവളുടെ ഹോസ്പിറ്റലിൻ്റെ വീടിൻ്റെ അടുത്തായിട്ടൊരു ജോലി ശരിയാകണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ കൊറോണ വന്ന സമയത്തിന് തൊട്ട് മുന്നായിട്ടാണ് അവരവിടെ ചെന്നത്. അതുകൊണ്ട് എല്ലാം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് കിട്ടാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, എല്ലാവരും ജോലി പോകുന്ന സമയമായിരുന്നു. പക്ഷേ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, എനിക്ക് അവിടെ ചെന്ന് അവരെ സഹായിക്കാൻ പറ്റുന്ന നേരത്തിന് അവന് ജോലി ശരിയാവണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ സെപ്റ്റംബർ ആയപ്പോൾ എനിക്ക് അങ്ങ് പോകാൻ പറ്റുന്ന അവസ്ഥ വന്നു, കാരണം ഫ്ലൈറ്റൊക്കെ റെഡിയായി. ആ സമയത്ത് അവന് ജോലി ശരിയാക്കി ഞാൻ അവിടെ പോയി അവരെ സഹായിക്കുകയും ചെയ്തു. അത് വലിയൊരു അത്ഭുതമായിട്ടാണ് തോന്നിയത്, കാരണം ആ സമയത്ത് ആർക്കും അങ്ങനെ ജോലി കിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ അവന് കിട്ടി. പിന്നെ എൻ്റെ കാലിന് നീ റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ട് 3 വർഷത്തിലും മേലെ ആയിട്ടുണ്ട്. അന്ന് മുതൽ ഞാൻ കുറച്ച് നേരമെങ്കിലും എനിക്ക് മുട്ടുകുത്താൻ ഞാൻ ശ്രമിക്കുമായിരുന്നു. ഒരുപാട് പ്രാവശ്യം എല്ലാ കുർബാനയിലും ഞാൻ ശ്രമിക്കും, പക്ഷെ എനിക്ക് സാധിക്കില്ലായിരുന്നു. ഇവിടെ വന്ന് ഞാൻ ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന മാതാവിൻ്റെ മുന്നിൽ കുഞ്ഞിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ മുട്ടുകുത്തി. ഞാൻ വേറെ ഒന്നും ചിന്തിച്ചിരുന്നില്ല, മുട്ടുകുത്തി അങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ട് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പോയി. പിന്നെ പിറ്റേ ദിവസം മുതൽ ഞാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് എവിടെയാണെങ്കിലും മുട്ടുകുത്താൻ സാധിക്കുന്നു. ഇപ്പോൾ എത്ര നേരം വേണമെങ്കിലും എനിക്ക് മുട്ടുകുത്താൻ ഒരു കുഴപ്പമില്ല. പിന്നെ എൻ്റെ മകൾക്കാണെങ്കിലും അലർജി, കഴുത്ത് വേദന, കൈവേദന, ഇങ്ങനെ എപ്പോഴും ഭയങ്കര ഇതാണ്. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിങ്ങനെ പൂർണ്ണമായും മാറിയില്ലെങ്കിലും ഇപ്പോൾ വല്ലപ്പോഴേ വരുന്നുള്ളൂ, അതും വളരെ അപൂർവമായിട്ട്. അതും മാതാവ് എനിക്ക് എടുത്തു മാറ്റി തന്ന്. പിന്നെ എനിക്കെൻ്റെ കുടുംബത്തിൽ സഹോദരങ്ങളായിട്ട് ഇത്തിരി പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഭയങ്കര പ്രയാസമായിരുന്നു. അത് ഞാൻ ഉടമ്പടിയിൽ വെച്ചതാണ്. എനിക്ക് എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് പോയി മാപ്പ് പറയാനും സാധിച്ചു. സ്നേഹമായിട്ടില്ല എങ്കിലും എൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യം ഞാൻ ചെയ്തിരിക്കുകയാണ്. അതിനെനിക്ക് ഈ ഉടമ്പടിയിലും പ്രാർത്ഥനയിലും കൂടെയാണ് സാധിച്ചത്. പിന്നെ പ്രാർത്ഥനയിൽ കൂടുതൽ പ്രാർത്ഥിക്കാനും എല്ലാത്തിനും ഇതുകൊണ്ട് സാധിക്കുന്നുണ്ട്. അമ്മ മാതാവ് ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി പറയുന്നു. കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താൻ വലിയൊരു